ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും. കർത്താവിൻ്റെ വചനമാണ്. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജെറമ്യയുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനം. അതിന് ശ്രവിക്കാം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. എന്ത് വലിയ മുറിവുകളും രോഗപീഠകളുമായാലും കർത്താവ് നിന്നെ സുഖപ്പെടുത്തുമെന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. 21-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഈ വചനം നമുക്ക് സ്വീകരിക്കണം, ഈ വചനം നമുക്ക് ധ്യാനിക്കണം, ഇത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണം. ജോലി ചെയ്യുമ്പോഴും അടുക്കളപ്പണി ചെയ്യുമ്പോഴും നമ്മൾ ഈ വചനം ഇങ്ങനെ ഉരുവിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലെ ചില രോഗപീഠകൾ, കടബാധിതകളൊക്കെ വിട്ടുപോകും. കർത്താവിൻ്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്, നമ്മളത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ജെറമ്യ 31-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും. എല്ലാ ഇസ്രായേൽ ഭവനം എന്ന് പറയുമ്പോൾ നമ്മുടെയും ഭവനം അതിനകത്തുണ്ട്. എല്ലാ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഈ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും കൂടെ ഉണ്ടാകണമേ എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയണമേ എന്നും അനുഗ്രഹിക്കണമേ എന്നും സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.